Today we are going to discuss about scientific theories and scientific laws. What is scientific theory? Scientific theory is a coherent and well-substantiated explanation of a set of observation and the related well-tested hypothesis. അപ്പോൾ തിയറി എന്ന് പറയുന്നത് വെൽ സബ്സ്റ്റാൻഷിയേറ്റഡ് എക്സ്പ്ലനേഷൻ ഓഫ് സെറ്റ് ഓഫ് ഒബ്സർവേഷനെയാണ് നമ്മൾ സയന്റിഫിക് തിയറി എന്ന് പറയുന്നത്. അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് വെൽ ടെസ്റ്റഡ് ഹൈപ്പോത്തസിസിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. പക്ഷെ ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോ എന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് എന്താണ്? ലോ ഈസ് എ കൺസൈസ് scientific statement, verbal or mathematical of observed regularities about the cause and effect of phenomena. അപ്പോൾ ലോ എന്ന് പറയുന്നത് ഒരു കൺസൈസ് സയന്റിഫിക് സ്റ്റേറ്റ്മെന്റ്. അത് വേർബൽ സ്റ്റേറ്റ്മെന്റ് ആവാം അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവാം. അത് നമ്മളെ ഒബ്സർവ്ഡ് ഫിനോമിനെ കുറിച്ചിട്ടുള്ള ഒരു വേർബൽ ഓർ മാത്തമാറ്റിക്കൽ കൺസൈസ് സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. അപ്പം ലോ എന്താണെന്നും അതുപോലെ തന്നെ തിയറി എന്താണെന്നും നമ്മൾ ഇതിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കാം. തിയറി എക്സ്പ്ലെയിൻസ് വൈ നാച്ചുറൽ ഫിനോമിന ഒക്കർ. എന്തുകൊണ്ടാണ് ഒരു നാച്ചുറൽ ഫിനോമിന ഒക്കർ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് തിയറി. പക്ഷെ ലോ എന്ന് പറയുന്നത് എന്താണ്? സമ്മറൈസ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ അബൌട്ട് നാച്ചുറൽ ഫിനോമിന. അപ്പോൾ ലോ എന്ന് പറയുന്നത് ഒരു സമ്മറൈസേഷൻ ആണ്, അല്ലെ? ഒരു സമ്മറിയാണ്. എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ അബൌട്ട് നാച്ചുറൽ ഫിനോമിന. നാച്ചുറൽ ഫിനോമിനെ കുറിച്ചിട്ടുള്ള സെറ്റ് ഓഫ് ഒബ്സർവേഷന്റെ സമ്മറിയാണ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഗ്രീൻ കളറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ഹൈപ്പോത്തസിസ്, ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് പ്രഡിക്ഷൻ ആൻഡ് ക്യാൻ ബി റിവൈസ്ഡ്. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിന്റെ ബേസിലാണ് തിയറീസും ലോസും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂസ്ഡ് ടു മേക്ക് പ്രഡിക്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രഡിക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവൈസ് ആണ്, അല്ലെ? ഇത് ക്യാൻ ബി റിവൈസ്ഡ്. നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ലോയും തിയറിയും നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മൂന്നെണ്ണാണ് നമ്മൾ അതിന്റെ കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ തിയറി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻസ് വൈ നാച്ചുറൽ ഫിനോമിന ഒക്കർ. ലോ എന്ന് പറയുന്നത് സമ്മറൈസ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ അബൌട്ട് നാച്ചുറൽ ഫിനോമിന. അതാണ് നമ്മൾ തിയറിയും ലോയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? സയന്റിഫിക് തിയറിന്റെ ക്രൈറ്റീരിയ: a theory should be rational, a theory should be relevant, a theory should be empirically testable, theory should be falsifiable, a theory should be progressive, and theory should be extensible. അപ്പോൾ അങ്ങനെ 7 ക്രൈറ്റീരിയ ഉണ്ട്. തിയറി ഷുഡ് ബി യൂസ്ഫുൾ ആൻഡ് ഇഫക്റ്റീവ്, സോൾവിങ് പ്രോബ്ലംസ്. അപ്പൊ തിയറി ഷുഡ് ബി റാഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ ആംബിഗ്യൂറ്റി ഇല്ലാതെ, അല്ലെ? അൺആംബിഗ്യസ് ആയിരിക്കണം തിയറി എന്ന് പറയുന്നത്. ഒരു സംശയത്തിന് ഇടവരുത്താത്ത തിയറി ആയിരിക്കണം അതിൽ വരുന്നത്. അതുപോലെ തന്നെ തിയറി ഷുഡ് ബി റെലവന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് എക്സ്പ്ലനേഷൻ അതിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ തിയറി ഷുഡ് ബി എംപിരിക്കലി ടെസ്റ്റബിൾ എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റഡ് എക്സ്പെരിമെന്റ്സ് നടത്തിയാലും അതിന് നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കോമൺ ആയിരിക്കണം, അല്ലെ? റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. തിയറി ഷുഡ് ബി ഫാൾസിഫയബിൾ എന്ന് പറയുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. തിയറി നമുക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുകയാണെങ്കിലോ ന്യൂ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിലോ നമുക്കത് കറക്റ്റ് ചെയ്യുക, അത് മോഡിഫൈ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കതിനെ ഫാൾസിഫയബിൾ എന്ന് പറയാം. അതുപോലെ തന്നെ തിയറി ഷുഡ് ബി പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ തിയറി നമ്മളെ പഴയ തിയറീസിന്റെ റെലവെന്റ് ഇൻഫർമേഷനിലെ ഡാറ്റാസ് നമ്മൾ ഗ്യാദർ ചെയ്തിട്ടാണ് പുതിയ തിയറി വരുന്നത്. അപ്പോൾ നമുക്കത് പ്രോഗ്രസീവ് ആക്കണമെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ മോർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഒരു സുപ്പീരിയർ മാനറിൽ മോർ എക്സ്പ്ലനേഷൻ കൊടുത്താൽ നമുക്ക് തിയറി ഷുഡ് ബി പ്രോഗ്രസീവ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ തിയറി ഷുഡ് ബി എക്സ്റ്റെൻസിബിൾ എന്ന് പറയുമ്പം അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണം, അല്ലെ? നമ്മൾ എന്തെങ്കിലും പുതിയ തിയറീസ് കൊണ്ടുവരികയാണെങ്കിൽ അതിൽ ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള പുതിയ ന്യൂ നോളേജ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ തിയറി ഷുഡ് ബി എക്സ്റ്റെൻസിബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിയറി ഷുഡ് ബി യൂസ്ഫുൾ ആൻഡ് ഇഫക്റ്റീവ് ഇൻ സോൾവിങ് പ്രോബ്ലംസ്. അപ്പം പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഫക്റ്റീവ് മാനറിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം ഈ തിയറി. അതാണ് 7 ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രൈറ്റീരിയ ഫോർ സയന്റിഫിക് ലോസിന് ഇതേപോലെയുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. റാഷണൽ ആയിരിക്കണം, നേരത്തെ പറഞ്ഞു നമ്മൾ റാഷണൽ എന്താന്ന്. ലോ ഷുഡ് ബി റെലവന്റ് ആയിരിക്കണം, ഷുഡ് ബി എംപിരിക്കലി ടെസ്റ്റബിൾ ആയിരിക്കണം. റിപ്പീറ്റ് ചെയ്താലും നമുക്ക് കിട്ടണം, അല്ലെ? അതിന്റെ റിസൾട്ട് സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഫാൾസിഫയബിൾ ആണ്, മോഡിഫൈ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ കറക്റ്റഡ് വേർഷൻസ് നമുക്ക് മാറ്റി എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ തിയറി ഷുഡ് ബി ഇൻ ഹാർമണി വിത്ത് അതർ സയന്റിഫിക് ലോ, അല്ലെ? അപ്പൊ അതർ സയന്റിഫിക് ലോയിനായിട്ട് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മൾ ഹാർമണി എന്ന് പറയുന്നത്. അതിനനുസരിച്ച് പോകണം ഈ പുതിയ സയന്റിഫിക് ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സൽ, അല്ലെ? അപ്പൊ നമ്മൾ യൂണിവേഴ്സൽ ആയിരിക്കണം. റിയൽ വേൾഡ് ഫിനോമിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം നമ്മളെ സയന്റിഫിക് ലോ എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് തിയറി ആൻഡ് scientific theory and scientific law ന്റെ കമ്പയറിംഗ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, scientific theory is based on repeated observation and scientific investigation. അപ്പോൾ റിപ്പീറ്റഡ് ഒബ്സർവേഷൻ്റെയും സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ്റെയും ബേസിലാണ് സയന്റിഫിക് തിയറി വരുന്നത്. സയന്റിഫിക് ലോസ് എന്ന് പറയുന്നത് ആർ ഒബ്സർവേഷൻ ഓഫ് സിമിലർ ഇവന്റ്സ് ദാറ്റ് ഹാവ് ബീൻ ഒബ്സർവ്ഡ് റിപ്പീറ്റഡ്ലി, അല്ലേ? നമ്മൾ സിമിലർ ഇവന്റ്സ് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ട് അതിൻ്റെ ഒബ്സർവേഷൻ എടുത്തിട്ടാണ് നമ്മൾ സയന്റിഫിക് ലോ ചെയ്യുന്നത്, ലോ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇഫ് ന്യൂ ഇൻഫർമേഷൻ ഡസ് നോട്ട് സപ്പോർട്ട് എ സയന്റിഫിക് തിയറി, ദ തിയറി വിൽ ബി മോഡിഫൈഡ് ഓർ റിജക്റ്റഡ്. അപ്പോൾ പുതിയ ഇൻഫർമേഷന് സയന്റിഫിക് തിയറിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തിയറി മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. ഇഫ് മെനി ന്യൂ ഒബ്സർവേഷൻ ഡു നോട്ട് ഫോളോ ദി ലോ, അല്ലേ? അപ്പോൾ ലോന്റെ കേസിൽ കുറേ ഒബ്സർവേഷന് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ലോ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സയന്റിഫിക് തിയറി അറ്റംപ്റ്റ്സ് ടു എക്സ്പ്ലെയിൻ വൈ സംതിങ് ഹാപ്പൻസ്, എന്തുകൊണ്ടാണ് സംതിങ് ഹാപ്പൻ ചെയ്യുന്നതെന്നാണ് സയന്റിഫിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ സയന്റിഫിക് ലോ സ്റ്റേറ്റ് ദാറ്റ് സംതിങ് വിൽ ഹാപ്പൻ, എന്തൊക്കെയാണ് ഹാപ്പൻ ചെയ്യുക, എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ നടക്കുക എന്നുള്ളതാണ് സയന്റിഫിക് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സയന്റിഫിക് തിയറിയിൽ usually is more complex than scientific law and might contain many well supported hypotheses. അപ്പോൾ സയന്റിഫിക് തിയറി എന്ന് പറയുന്നത് സയന്റിഫിക് ലോനേക്കാളും കോംപ്ലക്സ് ആണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് സയന്റിഫിക് തിയറിയിൽ. പക്ഷെ സയന്റിഫിക് ലോ എന്ന് പറയുന്നത് കൺസൈസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സയന്റിഫിക് തിയറി യൂഷ്വലി is more complex than scientific law and might contain many well supported hypotheses. അപ്പോൾ ഇതിൽ സയന്റിഫിക് തിയറിയിൽ ഒരുപാട് ഹൈപ്പോത്തസിസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സയന്റിഫിക് ലോ എന്ന് പറയുന്നത് യൂഷ്വലി is based on well സപ്പോർട്ടഡ് ഹൈപ്പോത്തസിസ്, ഒരൊറ്റ ഹൈപ്പോത്തസിസിന്റെ ബേസിലാണ് സയന്റിഫിക് ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദാറ്റ് സ്റ്റേറ്റ് ദാറ്റ് സംതിങ് വിൽ ഹാപ്പൻ, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അത് സ്റ്റേറ്റ് ചെയ്യും. അതാണ് നമ്മൾ സയന്റിഫിക് ലോയും സയന്റിഫിക് തിയറിയും തമ്മിലുള്ള കമ്പാരിസൺ. ഇനി നമുക്ക് പറയാനുള്ളത് അതിന്റെ റിവിഷൻ ആണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ തിയറീസും എങ്ങനെയാണ് റിവൈസ് ചെയ്തിരിക്കുന്നതെന്ന് അതിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം, പുതിയ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പുതിയ നോളജ് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് സയന്റിഫിക് ലോസും സയന്റിഫിക് തിയറീസും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ മോഡിഫൈ ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? നമ്മൾ അരിസ്റ്റോട്ടിലിന്റെ കേസ്, അരിസ്റ്റോട്ടിൽ എന്ന് പറയുമ്പം 384 to 320 BC സെഞ്ചുറീസിൽ ലീവ് ചെയ്ത ഒരു അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, മൂപ്പര് പറഞ്ഞത് ഹെവി ഒബ്ജക്റ്റ് വുഡ് സ്ട്രൈവ് ടു ഫോൾ ഫാസ്റ്റർ ദാൻ ലൈറ്റർ ഒബ്ജക്റ്റ്. ഹെവി ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഇടുമ്പം ലൈറ്റർ ഒബ്ജക്റ്റിനേക്കാളും പെട്ടെന്ന് താഴേക്ക് എത്തുന്നതാണ് അരിസ്റ്റോട്ടിൽ അന്ന് പറഞ്ഞ ഒരു തിയറി. പക്ഷെ അരിസ്റ്റോട്ടിലിന്റെ വ്യൂ പോയിന്റ് അത് ഡിസ്പ്രൂവ് ചെയ്തു ഗലീലിയോ 18th സെഞ്ചുറീസിൽ. ഗലീലിയോ നമ്മൾ ജീവിച്ചത് 1564 to 1642 ആണ്. അത് ഡിസ്പ്രൂവ് ചെയ്തത് എങ്ങനെയാണ്? ഗലീലിയോ ഡ്രോപ്പ് ചെയ്തു, അല്ലെ? ഹെവി ആൻഡ് ലൈറ്റ് ഒബ്ജക്റ്റ് പിസ ടവറിന്റെ, ലീനിങ് ടവർ ഓഫ് പിസ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ലീനിങ് ടവർ ഓഫ് പിസന്റെ മുകളിൽ നിന്ന് ലൈറ്റ് ആൻഡ് ഹെവി ഒബ്ജക്റ്റ് താഴേക്ക് ഇട്ടു ഗലീലിയോ. അപ്പോൾ അതിൽ എയർ ഫ്രിക്ഷൻ അയാൾ റിമൂവ് ചെയ്തു. എയർ ഫ്രിക്ഷൻ എയറിന്റെ ബേസിസിലുള്ള, അപ്പൊ എയർ ഒന്നാകെ റിമൂവ് ചെയ്തതിനു ശേഷമാണ്, അവിടെ വാക്വം കേസിലാണ് അത് ചെയ്തത്. അപ്പൊ ഹെവി ആൻഡ് ലൈറ്റ് ഒബ്ജക്റ്റ് സെയിം ടൈമിൽ താഴേക്ക് എത്തി. അപ്പൊ അവിടെ എയർ ഫ്രിക്ഷന്റെ കേസിലായതുകൊണ്ട് മാത്രമാണ് എന്ത് വരുന്നത്, ഫാസ്റ്ററും ലൈറ്റർ ഒബ്ജക്റ്റും രണ്ട് ടൈമിൽ ചെയ്തതെന്ന് അരിസ്റ്റോട്ടിൽ കണ്ടെത്തിയത്. പക്ഷെ അത് ഗലീലിയോ എന്ത് ചെയ്തു? ഗലീലിയോ അത് മോഡിഫൈ ചെയ്ത് പറഞ്ഞു. അപ്പൊ നമുക്കത് എന്ത് പറഞ്ഞു? അത് റിവൈസ് ചെയ്തിക്കാണ്. സയന്റിഫിക് തിയറിയും അതുപോലെ തന്നെ സയന്റിഫിക് ലോസും റിവൈസ് ചെയ്യാമെന്ന് നമുക്കതിന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ഇൻഡിസ്ട്രക്ടിബിലിറ്റി ഓഫ് ആറ്റം, ഡാൾട്ടൺ ആറ്റോമിക് തിയറിയാണ് ഇൻഡിസ്ട്രക്ടിബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിനെ നമുക്ക് മുറിച്ച് ഡിവൈസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അത് എപ്പോഴാണ്? അത് സെഞ്ചുറീസ് കഴിഞ്ഞതിന് ശേഷം, ഡാൾട്ടന്റെ തിയറി കഴിഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്തു? കൊളാപ്സ് ചെയ്തു, അല്ലെ? ഇൻഡിസ്ട്രക്ടിബിലിറ്റി ഓഫ് ആറ്റം. അപ്പൊ നമ്മൾ സബാറ്റോമിക് പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കറിയാം ആറ്റംസ്, ന്യൂട്രോണ്, പ്രോട്ടോണ്, ന്യൂക്ലിയസ് ഇതെല്ലാം കൂടിയ സബാറ്റോമിക് പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഡാൾട്ടൺസിന്റെ ആറ്റോമിക് തിയറി എന്ത് ചെയ്തു? അവിടെ ഫാൾസിഫൈ ചെയ്തു. ഇനി നമ്മൾ അരീനിയസ് തിയറി, ആസിഡ്സ് ആൻഡ് ബേസസിന്റെ കേസിൽ അരീനിയസ് തിയറി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പ്രപ്പോസ് ചെയ്തത് അരീനിയസ് ആണ്. അരീനിയസ് തിയറിന് ശേഷം ലൂയിസ് തിയറി, അല്ലെ? പ്രോട്ടോൺ തിയറി അല്ലെങ്കിൽ ലൂയിസ് തിയറിയൊക്കെ കണ്ടുപിടിച്ചത് ഇതിന് ശേഷമാണ്. അപ്പൊ അതിനെ സൂപ്പർസീഡ് ചെയ്തു, നമ്മൾ അരീനിയസ് തിയറിയെ സൂപ്പർസീഡ് ചെയ്തു ലൂയിസ് തിയറി ആൻഡ് പ്രോട്ടോൺ തിയറി ഒക്കെയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ റിവിഷൻ എന്ന് പറയുന്നത്. സയൻറ്റിഫിക് തിയറീസ് ആൻഡ് ലോസിൻ്റെ റിവിഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമുക്കറിയാം സയൻറ്റിഫിക് ലോസ് എന്ന് പറയുന്നത് നമ്മൾ കുറേ ലോസ് പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൺസ് ലോ, അവഗാഡ്രോസ് ലോ, ബോയിൽസ് ലോ, ചാൾസ് ലോ, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സയൻറ്റിഫിക് തിയറീസിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ? അരീനിയസ് തിയറി, ലൂയിസ് തിയറി, അതുപോലെ തന്നെ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, ഡാർവിൻസ് തിയറി, അങ്ങനെ ഒരുപാട് തിയറീസ് നമുക്കതിന് എക്സാമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്.